ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രേപ്പിസ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിയായിട്ടാണ്. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട്, സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ സംഭവം, സ്കിൻ പ്രിപ്പറേഷൻ അത്രയും ആവശ്യമാണോ, അല്ലെങ്കിൽ സ്കിൻ പ്രിപ്പറേഷൻ ഓവറായ എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്താ, നമ്മളൊരു വീടിൻ്റെ ചുമര് തന്നെ പെയിൻ്റ് അടിക്കാൻ പോകുമ്പോൾ പഴയ പെയിൻറ്റുകളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാട്ടർ കൊണ്ട് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പുട്ടി അടിക്കും. ആ പുട്ടി അടിച്ചതിന് ശേഷമല്ലേ നമ്മൾ വാൾ പെയിൻറ്റ് ചെയ്യാറുള്ളൂ. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ സ്കിൻ പ്രിപ്പറേഷനെ പറ്റി. അതായത് നമ്മുടെ സ്കിന്നിൽ ഒത്തിരി വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാർലറിൽ ഒരിക്കലും പോകാത്ത ഒരാളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫൗണ്ടേഷൻ അവിടെ ആ പ്രതലത്തിൽ അതുമായിട്ട് ബ്ലെൻഡ് ആകുകയുള്ളൂ. അപ്പോൾ സ്കിൻ പ്രിപ്പറേഷനിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ക്ലെൻസിങ് ഉണ്ട്, ടോണിങ് ഉണ്ട്, മോയ്സ്ചറൈസറുണ്ട്, പ്രൈമറുണ്ട്, പിന്നെ സൺസ്ക്രീനും യൂസ് ചെയ്യണം. കാരണം ഈ വെയിലിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി, ആ ഒരു ചൂട് കാരണം നമ്മുടെ സ്കിന്നിന് റാഷസ്, ബ്രൗൺ കളേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മേക്കപ്പിൻ്റെ അടിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിൻ പ്രിപ്പറേഷൻ കൂടിയാലുള്ള ഒരു കുഴപ്പം എന്താ, ഇതൊന്നും കൂടാണ്ട് ഒരു ഓയിലി സ്കിന്നിന് ഇതിനും അപ്പുറമായുള്ള സ്കിൻ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാമല്ലോ നിങ്ങൾക്ക്, ഒരു സ്കിന്നിൻ്റെ പുറത്ത് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മാവ് ഇടുകയാണെങ്കിൽ അത് ബ്ലെൻഡ് ചെയ്യുമോ? ഇല്ല. കാരണം അത് ഡ്രിപ്പായി പോവും. കാരണം എന്താ, ആ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. അതേമാതിരി സ്കിൻ പ്രിപ്പറേഷൻ ഓവർ ആയാലും നമ്മൾ ഈ ചെയ്യുന്ന ഫൗണ്ടേഷൻ അതിൽ ബ്ലെൻഡ് ആകില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഉത്തരവുമായിട്ടും ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അണ്ടിൽ ദെൻ